48 ചോദ്യങ്ങൾ ചെയ്യാം. ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപയാണ്. ഒരു പേനയുടെ വില എത്രയാണ്? അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രൈസ് ഓഫ് 7 പെൻ ഈക്വൽ ടു 98. പ്രൈസ് ഓഫ് 1 പെൻ ഈക്വൽ ടു 98 ഡിവൈഡഡ് ബൈ 7. ഈ ഡിവിഷനാണ് നമ്മൾ പുതിയ രീതിയിൽ പഠിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ 98നെ ഇങ്ങനെ ഒരു കോളം വരച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ട 7നെ നമ്മളിവിടെ എഴുതുന്നു. ഇനി നമ്മൾ നിങ്ങൾക്ക് ഈസി ടേബിൾ എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10ൻ്റെ ടേബിൾ നമ്മളിവിടെ എഴുതി. 10 ഇൻറ്റു 7 70 എന്നിവിടെ എഴുതുക. മൈനസ് ചെയ്തു 8 9 മൈനസ് 7 2 വരും. ഇനി നമുക്കറിയാം 7ൻ്റെ ടേബിളിൽ 28 വരാൻ സാധ്യതയുള്ള നമ്പർ 2 ആണല്ലോ. സോ 7 2s are 2 അല്ല 4. 7 4s are 28. ബാക്കി ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ മിച്ചം ബാക്കി വരുന്ന റിമൈൻഡർ അഥവാ മിച്ചം എന്നൊക്കെ പറയും. മിച്ചം ഒന്നുമില്ല. അപ്പോൾ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഈ 10ഉം 4 കൂട്ടിയാൽ മതി. 10 + 4 ആണ് നമ്മുടെ ആൻസർ, അതായത് 14. 98 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ ആൻസർ 14 ആണ്. ക്ലിയർ അല്ലേ? 98 ഡിവൈഡഡ് ബൈ 7 ഈക്വൽ ടു 14. അടുത്തത് രണ്ടാമത്തെ ചോദ്യം. 168 രൂപ 8 പേർക്ക് ഒരുപോലെ വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര രൂപ കിട്ടും? 168 rupees equally shared among 8 people. Each one get 168 divided by 8. അപ്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യുന്നു? നമ്മൾ 168നെ ഇങ്ങനൊരു ബോക്സിന് ആക്കുന്നു. 168 എഴുതി 8 ഇവിടെ എഴുതി. ഇനി നമുക്ക് അറിയാവുന്ന ടേബിൾ വെച്ച് പോവാം. 8 × 10 ചെയ്യാം അല്ലേ? 8 × 10 ദാറ്റ് ഈസ് ഈക്വൽ ടു 80. നമ്മൾ മൈനസ് ചെയ്തു. 8 വന്നു. 16 മൈനസ് 8 എന്ന് വെച്ചാൽ 8 തന്നെ വന്നു. വീണ്ടും നമുക്ക് 8 വന്നിട്ടുണ്ട്. ഈ 8നെ 88 ടേബിൾ വരുന്നത് എപ്പോഴാണെന്ന് നോക്കാം. സോ 10 × 8 നമ്മൾ ചെയ്തു. 11 × 8 ചെയ്താലും കുഴപ്പമില്ല അല്ലേ? 11 8s are 88. അപ്പോൾ റിമൈൻഡർ ഒന്നും വന്നില്ല, അതായത് മിച്ചം ഒന്നുമില്ല. സോ നമ്മളുടെ അവർ ആൻസർ ഈസ് 10 + 11, അതായത് 21. സോ 168 ഡിവൈഡഡ് ബൈ 8 എന്ന് വെച്ചാൽ 21 ആയിരിക്കും ആൻസർ. ഓക്കെ. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ ആണ്. സ്കൂൾ സ്റ്റോറിലേക്ക് 1825 നോട്ട് പുസ്തകങ്ങൾ വാങ്ങണം. 25 പുസ്തകം വീതമുള്ള എത്ര കെട്ടുകൾ അങ്ങനെയാണെങ്കിൽ വാങ്ങണം? ഓരോ കെട്ടിലും 25 എണ്ണം വീതം ഉണ്ട് കേട്ടോ. ആകെ നമുക്ക് വേണ്ടത് 1825 നോട്ട് പുസ്തകങ്ങളാണെങ്കിൽ എത്ര കെട്ടുകൾ അവിടെ ഉണ്ടാകും? അപ്പോൾ എത്ര കെട്ടുകളെന്ന് ചോദിക്കുമ്പോഴും 1825നെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് നോട്ട് ബുക്ക് ബണ്ടിൽസ് ഈക്വൽ ടു 1825 ഡിവൈഡഡ് ബൈ 25. സോ 1825നെ പറഞ്ഞ പോലെ നമ്മളൊരു ബോക്സിലാക്കി 1825 ബോക്സ് വരച്ചു. 25നകത്താക്കി. 25 നമ്മൾ എഴുതേണ്ടത്. ടീച്ചർക്ക് പഴയ മെത്തേഡ് ഓർമ്മ വന്നിട്ടാട്ടോ. 25 നമ്മളിവിടെ എഴുതുന്നു. ഇനി ഇത് അത്ര വലിയ നമ്പറല്ലേ, നമ്മൾ 10 ഒക്കെ ഇട്ട് ഗുണിച്ചാൽ 250 വരുള്ളൂ. അല്ലെങ്കിൽ 100 ഇട്ട് ഗുണിച്ചാൽ നമുക്കൊരു ഇപ്പോൾ ചെറിയ നമ്പർ ആലോചിക്കുമ്പോൾ കുറേ തവണ എഴുതാം. അപ്പോൾ നോക്കുക, 25 × 4 നമുക്കറിയാമല്ലോ. 25 4 100 നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ 25 × 40 കൊടുത്താലോ? 25 × 40 ആണെങ്കിൽ നമുക്ക് എത്ര വരും? 100ൻ്റെ കൂടെ ഒരു 0 കൂടെ കൊടുത്താൽ പോലെ 1000 വരും. സോ 25 കൊണ്ട് 40 ചെയ്ത് നോക്കാം. സോ 1000. ബാക്കി ബാലൻസ് എത്ര വരും? 825. വീണ്ടും 25നെ എന്തുകൊണ്ട് ഗുണിച്ചാൽ 825 വരുമെന്ന് നോക്കണം. അപ്പം നമുക്ക് 25 × 3 എത്ര? 25 3 75 ആണല്ലോ. അപ്പോൾ 25 × 30 750 എന്ന് എഴുതാമല്ലോ. അപ്പോൾ 25 × 30 750 എന്ന് എഴുതാം. വീണ്ടും നമ്മൾ മൈനസ് ചെയ്തു. 5 വീണ്ടും 75. ഇനി നമുക്ക് തീർന്നു. 25ൻ്റെ ടേബിളിൽ എപ്പോഴാണ് 75 വരുന്നത്? 3. 25 3 75. മിച്ചമൊന്നുമില്ല. മിച്ചം വരുന്നത്
0 ആണ്. സോ അവർ ആൻസർ ഈസ് 40 + 30 + 3. 40, 30, 73, 73. സോ 1825 ഡിവൈഡഡ് ബൈ 25 എന്ന് പറഞ്ഞാൽ ആൻസർ 73. ഓക്കെ, അപ്പം നമുക്ക് 73 നോട്ട് ബുക്കുകളുടെ കെട്ടുകൾ വേണം.